ചെക്ക് ചെയ്യാൻ രാവിലെ ഒപ്പിട്ടുണ്ടല്ലോ. കൊച്ചുമുതലാളി ഇതുവരെ ബാങ്കിൽ എത്തിയിട്ടില്ല. ആ വഴിക്ക് ഇന്ന് ജോലിക്കാർക്ക് അഡ്വാൻസ് കൊടുക്കണം. ഏതിന് എവിടെ പോയി കിടക്കുന്നു? ഇവിടെ പണമൊന്നും ഇല്ല. ഇവിടെ ഇരുന്ന പണം തൂത്തുക്കുടിക്കാർക്ക് അഡ്വാൻസ് കൊടുത്തിരിക്കാൻ. നീ ഇത്ര എവിടെയാണ്? വഴിക്ക് ഞാൻ കേടായിപ്പോയി വെച്ചാ. അല്ല, മോട്ടോർ സൈക്കിൾ കേടായിപ്പോയി. നിനക്കൊന്ന് ഫോൺ ചെയ്ത് പറയാൻ പാടില്ലായിരുന്നു. അവിടെ ഒന്നും ഫോണില്ലായിരുന്നു. കരുതാ. ഞാൻ ഭാഷ കൊടുത്തു കേൾക്കാൻ കത്തിക്കൊണ്ട്. നിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവനിങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയാൽ ഞാൻ എന്ത് ചെയ്യും? ആമ്പിള്ളാര് പ്രായമായ അവരെ പിടിച്ച് ചുമതലക്കാരാക്കണം. അല്ലാണ്ട് തൊട്ടവനും പിടിച്ചതിനും ഒക്കെ കടിച്ചു ഞാൻ ചെല്ലുകയല്ല വേണ്ടത്. കൊച്ചുമുതലാളിയെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാമോ? ഇപ്പോഴത്തെ പവളൊക്കെ അങ്ങ് മാറും. നേരാ, കൊള്ളാവുന്ന ഒരുത്തിയെ കൊണ്ട് കെട്ടിച്ച അവന്റെ ഈ പിള്ളകളിയൊക്കെ അങ്ങ് മാറും. ഇങ്ങനെ കയറൂരി നടക്കുന്നതിനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചാൽ എങ്ങനെയാ? കല്യാണത്തിന് മുമ്പേ നിങ്ങൾ എങ്ങനായിരുന്നു? എന്റെ കൈ കിട്ടിയതിന് ശേഷമല്ലേ നിങ്ങൾ നേരെ ചൊവ്വയായത്. മുതലാളിയുടെ കാര്യം എന്തിനാ പറയുന്നത്? കൊമ്പനാനെ കിട്ടിയാലും കൊച്ചമ്മയുടെ കൈക്ക് ബീറ്റല്ലേ. പിന്നെ അളിയനും പെങ്ങളും കൂടെ വലിയ കരത്തി വെള്ളം ഒഴിച്ച് കാത്തിരിക്കുക. എന്തിനാന്നോ? അമ്പിളി ഉറപ്പുന്നല്ലേ കല്യാണം കഴിപ്പിക്കാൻ. ആ എരപ്പാളിയുടെ മകളെ എന്റെ മകൻ കെട്ടാനോ? അന്നേ കാത്ത മലന്ന് തുറക്കും. ഇതെവിടെ നാടി ഈ പുഴുത്ത മീനെ? എവിടുന്നാണെന്നോ? നമ്മളെ പിടിച്ചോണ്ട് വന്നത് തന്നെ. പാതിരാ മുതൽ പെരുമീൻ ഉദിക്കുന്നവരെ പിടിക്കുന്ന മീനാ. ആദ്യം പിടിക്കുന്ന അല്പസ്വല്പം ചീനൊക്കെ ഇരിക്കും. എന്നാ പിന്നെ എന്നെ തുപ്പി അങ്ങ് തിന്നുകൂടായിരുന്നു. കാശ് കൊടുത്ത് വാങ്ങിക്കുന്നവരോട് ഇത് വല്ലതും പറഞ്ഞാൽ പറ്റുമോ? നിങ്ങൾക്ക് ആ വള്ളത്തിന്റെ മൂലയിൽ ഒരു ഇത്തിരി ഐസ് വാങ്ങിച്ചിട്ടോണ്ട് പോയാലോ? ഐസും ഗീസും ഒക്കെ എന്നാടി വന്നത്? എന്റെ അപ്പനപ്പൂപ്പന്മാരായി കൊണ്ടുപോകുന്ന വള്ളമാ. ബോട്ടെ നല്ല പെടമടയ്ക്കുന്ന മീൻ നേരത്തെ കിട്ടും. അത് വിട്ടേച്ച് ആരെങ്കിലും പിന്നെ ഈ ചീഞ്ഞ മീൻ എടുത്ത് തിന്നുവോ? എന്നാ അവന്മാരിലൊക്കെ അമ്മയുടെ കോട്ടയെന്ന് വാങ്ങി കഴിച്ചോളാൻ പറ. നിങ്ങളോട് എങ്ങനെയാ മനുഷ്യ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഞങ്ങൾക്ക് അമ്മയ്ക്ക് പറഞ്ഞു വെച്ചാൽ മതിയല്ലോ. നീ കഞ്ഞി കോരി കുടിക്കാൻ സമ്മതിക്കില്ല. അല്ലെ ഒരു ഭാര്യ പുല്ല വച്ച് ഏറും തരുവാ. എറിഞ്ഞാ മതി. നീ എന്താ ഇത് താമസിച്ചേ? ഇന്ന് ചെമ്മീൻ ഒത്തിരി ഉണ്ടായിരുന്നു. ജോലി തീർന്നിട്ട് പോയാൽ മതി എന്ന് ലോപ്പസേട്ടൻ പറഞ്ഞു. ഞാൻ പൊന്നമ്മയോട് പറഞ്ഞയച്ചിരുന്നല്ലോ. സന്ധ്യ കഴിഞ്ഞതൊന്നും വേണ്ട. നീ കെട്ടിക്കാറായ പെണ്ണ. മോളെ കെട്ടിക്കാറായതുകൊണ്ട് അച്ഛൻ എല്ലാം കൂടെ സമ്പാദിച്ചൊരു കൂട്ടുകൈക്കാതം ഇട്ട് വെച്ചിരിക്കും. ഒറ്റ വീക്കം വെച്ചിരുവാ. എനിക്കൊരു ചെറുത്തക്കേട് വരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന വല്ലതും പറഞ്ഞു പോകും. ആ വേണ്ട, നമുക്ക് പോയി കുടിക്കാം. ഒരു കാര്യം പറഞ്ഞേക്കാം. ആവണിയാ വരുന്നത്. പെണ്ണിന് കൊടുക്കാൻ തുണിയൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചേക്കണം. വലിയ വീരച്ചടിച്ചോണ്ടിരുന്നാ മതിയായിട്ട്. കേശവന്റെ മകളാണെന്ന് വെച്ച് എനിക്ക് അവളെ നോക്കാതിരിക്കാൻ പറ്റൂടാ? ചുമ്മാ നോക്കിയാട്ടെ, അതിപ്പോ അവളൊന്നും ഇല്ല. നോക്കാതിട്ടാണോ? അവള് വീഴാനിട്ടല്ലേ? അതിനൊരു പണിയുണ്ട്. നാളെ ചെമ്മീൻ തെളിക്കാൻ വരുമ്പോ കാലൊന്ന് നീട്ടി വെച്ചു കൊടുത്താൽ മതി. കാലെ തട്ടി അവള് പ്ലക്കോന്ന് വീഴും. ഓടാ കരുതേ. എന്ത് ചെയ്തിട്ടും അവൾ അടുക്കുന്നില്ലെന്നാ ഞാൻ പറഞ്ഞേ. ഓ എന്ന് അടുക്കണേലേ പൗളിയാണ്. എന്തോ പറഞ്ഞത്? എന്റെ അച്ഛൻ പറഞ്ഞ് കേട്ടുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ അമ്മയുടെ പുറകെ ഒത്തിരി കാലം നടന്നു. അമ്മ തിരിഞ്ഞുപോലും നോക്കിയില്ല. അവസാനം അച്ഛനൊരു ഫൗൾ ചെയ്തു. ദേ കിടക്കുന്നു അമ്മ. എന്തായാലും നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്തുവാ? നീ ഇതൊന്നും കൊണ്ട് അമ്പിളിക്ക് കൊടുക്കാവോ? ഇതെന്താണ്? ഇതൊരു സാരിയാ. അവള് വരികയല്ലേ? ചേട്ടാ ഇതിൽ അവള് വീഴും. എന്നാ നീ ഇതുകൊണ്ട് അവൾ കൂടെ ഒരൊറ്റ മനുഷ്യൻ അറിയുന്നത് ദൈവം പോലും അറിയത്തില്ല. ലോപ്പസേട്ടാ സൗകര്യം ഉണ്ടെങ്കിൽ അവളെ കൊണ്ട് ഉടുപ്പിച്ച് അവളെ പൊക്കി എടുത്തോണ്ട് നേരെ. എന്നാ നീ പെട്ടെന്ന് കൂടെ എടാ കൊച്ചു വപ്പു, ഒരു ഉപ്പുഴ കൊണ്ട്. അമ്പിളി കുഞ്ഞിന് താരി കൊടുക്കാൻ വന്നേ. അമ്പിളി താരി കൊടുക്കാൻ എന്താ നിന്റെ മുഴക്കം? ഇന്ന് ഞാന് നാട്ടുകാർക്കുള്ള നാട്ടോടെ കുട്ടിച്ചത് അവമാനിക്കല്ലേ. അവള് കാണിക്കല്ലേ. ഇങ്ങോട്ട് ഇന്ന് ഞാൻ ഒരു വൈക്കിയാണ്.
നാളെ നേരം വെളുത്ത് ഞാൻ കടപ്പുറത്ത് വന്ന് കണ്ടതിന് ശേഷം ദുരിയാവും. നല്ലൊരു കുളിപ്പര ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ വരുമായിരുന്നു. ഓ ഇനി നിനക്കും നിന്റെ മോക്കും കുളിക്കാൻ കൊട്ടാരം കെട്ടിത്തരാം. പൊന്ന് കള്ള് വന്നോടി അമ്പിളി എന്താ പങ്ക കൊണവേ വന്നോടി. ഞാനാ പവളാ മനസ്സിലിരിക്കട്ടെ പിടിയല. അയ്യോ എന്റെ ലോപ്പതി ചേട്ടാ എന്നെ ഒന്നും ചെയ്യല്ലേ, ദൈവത്തെ ഓർത്ത് എന്നെ ഒന്നും ചെയ്യല്ലേ. അമ്പിളി പവള് കാണിക്കല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, പവള് കാണിക്കല്ലേ, പവള് കാണിക്കല്ലേ. ആര് പറഞ്ഞ കസര എടുക്കുന്നത്? ഞാനാ പറഞ്ഞത്. എന്ത് വേണം? ഇവരെല്ലാവരും സമന്മാരാ. കസാരയിൽ ഇരിക്കും നിർബന്ധമാണെങ്കിൽ ആളിരിക്കുന്നതിനെ പുറകെ കൊണ്ടുപോയിടണം. ഇതുവരെ നീ ആര്? കടപ്പുറത്ത് തമ്പുരാണ്. നിങ്ങൾ എന്തിനായി അല്പന്മാരോട് വഴക്കിന് പോകുന്നത്? ആവണി മേളം കാണാതെ വെച്ചാ പോരെ. വാ വീട്ടിൽ പോ. അങ്ങനെ പോകാൻ ഒക്കുലടി. ഈ കടപ്പുറത്ത് ആരും പ്രമാണം വേണ്ട. അച്ഛാ അമ്മാവൻ പറയുന്നത് ന്യായമല്ലേ? അവൻ ന്യായം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇനി കാത്തു നീ ഇങ്ങോട്ട് കയറി. നിന്നെ ആരാണ് ഏൽപ്പിച്ചു ഞാൻ കാണട്ടെ. കുറെ ഇരുന്നു എന്നാണ് കാണണം. ഇരിക്കും. നാളെ കാശുള്ളതിന്റെ തണ്ട് കാണിക്കാൻ വന്നിരിക്കാം. നമുക്ക് ചടങ്ങ് വേണം. നിങ്ങൾ പറ്റുള്ളൂ. കൃഷ്ണകുട്ടി അവനൊരു പാഠം പഠിപ്പിക്കണം. എല്ലാവരും ഉത്സവ സ്ഥലത്ത് വീടിന് തീ വയ്ക്കത്തില്ല. വേണ്ട, അത് അബദ്ധമാണ്. അവന്റെ വള്ളം കടലിലേക്ക് തള്ളിയിരിക്കും. തിരിയടിച്ച് തീർന്ന വള്ളമായിരിക്കണം. നാളെ അവൻ കണി കാണട്ടെ.